അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈ തിരു സക്രാരിയുടെ മുമ്പിൽ, അരുളിക്കയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ നാഥനെ ഒന്ന് ചേർന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താം. യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിന്നിടയനേ ആരാധന, ഇസ്രായേലിൻ നാഥനേ ആരാധന. ചാലുകീറി ഒഴുകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിടും ആത്മീയ നിമിഷമീ ആരാധന, ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹം നിമിഷമീ ആരാധന. ആരാധന
ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് മാലാഖവൃന്ദത്തോട് ചേർന്ന് ആരാധന, ആരാധന, ആരാധിക്കാം. ഹൃദയം തുറന്ന് അവിടുത്തെ ആരാധിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് ആരാധിക്കാം. ഈശോമിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, മത്തായി സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായം 44 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവന് വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഒരു തിരുവചന ഭാഗം ഈ ഒരു ദിവസത്തെ അനുഗ്രഹങ്ങളോട് ചേർത്ത് വെച്ച് നമുക്ക് അല്പം ചിന്തിച്ച് നമുക്ക് ദിവികാൻ ഈശോയെ ആരാധിക്കാം. ഇവിടെ വിവേകമതിയായ ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. ലോകം മുഴുവൻ പാഴ്നിലമെന്ന് കരുതി മാറ്റി നിർത്തിയിരുന്ന ഒരു സ്ഥലം, ആ പാഴ്നിലത്തിന് വിലയില്ലാത്ത ആ നിലത്ത് വലിയൊരു നിധി ഒളിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ ഒരു മനുഷ്യൻ. അവൻ തിരിച്ചു വന്ന് അവന് സ്വന്തമായിട്ടുണ്ടായിരുന്ന മെച്ചപ്പെട്ട സമ്പാദ്യം, അവൻ്റെ കൃഷിയിടങ്ങൾ, അവൻ്റെ വരുമാന മാർഗങ്ങൾ അവൻ കിട്ടിയ വിലയ്ക്ക് വിൽക്കുകയാണ്. സ്വാഭാവികമായും ആളുകൾ അവനോട് ചോദിക്കും, നീ എന്തിനാണ് ഈ നിന്റെ സമ്പത്ത് മുഴുവൻ വിൽക്കുന്നത്? അവൻ പറയുകയാണ്, ഞാൻ ആ പാഴ്നിലം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഈ പാഴ്നിലത്ത്, ഈ വയലിൽ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഈ പാഴ്നിലത്തിന് തൻ്റെ സമ്പത്തിനേക്കാൾ, തൻ്റെ കൃഷിയിടത്തെക്കാൾ, തൻ്റെ വരുമാന മാർഗങ്ങളെക്കാൾ കൂടുതൽ വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ ഈ നിധിയുടെ, ഒളിഞ്ഞിരിക്കുന്ന നിധിയുടെ കാര്യം അറിയാവുന്നത് കൊണ്ട് അവൻ വലിയ സന്തോഷത്തിലാണ്. പക്ഷെ ഇവന്റെ ഈ പ്രവൃത്തി സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മൗഢ്യമായി തോന്നാം, വിഡ്ഢിത്തമായിട്ട് തോന്നാം, ഇവനൊരു ഭോഷനായിട്ട് കണക്കാക്കാം. കാരണം ഇവന്റെ ശ്രേഷ്ഠമായ സമ്പത്ത് മുഴുവൻ വിറ്റ്, മൂല്യവത്തായ ഇവന്റെ സമ്പത്ത് മുഴുവൻ ഇവൻ നഷ്ടപ്പെടുത്തി ഒരു പാഴ്നിലം സ്വന്തമാക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം വെച്ച് നീട്ടുന്ന ഒത്തിരിയേറെ സന്തോഷങ്ങളുണ്ട്. ഈ ലോകം വാഗ്ദാനം ചെയ്യുന്ന ഒത്തിരിയേറെ സൗഭാഗ്യങ്ങളുണ്ട്. ആ സൗഭാഗ്യങ്ങളോട് വേണ്ട എന്ന് പറയുക എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ചെയ്യുന്നത് പോലെ തനിക്ക് മെച്ചമായിരുന്ന തൻ്റെ കൃഷിയിടം വിറ്റ് ഒരു പാഴ്നിലം സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നവരെ പോലെയാണ്. ആത്മീയ ജീവിതം ഒരുപക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരു പാഴ്നിലമായി തോന്നിയേക്കാം. പക്ഷേ ആ പാഴ്നിലത്ത് ആത്മീയ ജീവിതത്തിന്റെ നിഗൂഢമായിരിക്കുന്ന ദൈവിക സാന്നിധ്യം അറിയുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിന്റെ സമ്പത്ത്, ലോകത്തിന്റെ അധികാരങ്ങൾ, ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ അത് നിഷ്പ്രഭമായി അനുഭവപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ വഴി തേടാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു അപകടം കൂടിയുണ്ട് ഇതിന്. ആത്മീയ ജീവിതം ആഗ്രഹിച്ച്, കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച്, തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളും ജോലിയും വരുമാന മാർഗങ്ങളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും അധികാരങ്ങളും ആധിപത്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഈ പാഴ്നിലം സ്വന്തമാക്കാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ ഈ വയലിന്റെ വരമ്പിൽ അവൻ ഇരിക്കുന്നതല്ലാതെ ഈ പാഴ്നിലം സ്വന്തമാക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും പരാജയപ്പെട്ട മനുഷ്യൻ,
ഏറ്റവും ദുഃഖിതനായ മനുഷ്യൻ ഈ വ്യക്തിയായിരിക്കും. കാരണം അവന് ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ അവൻ സ്വന്തമാക്കിയില്ല, ഉണ്ടായിരുന്നവൻ നഷ്ടപ്പെടുത്തി. എന്നാൽ അവൻ ഈ പാഴുനിലത്തൊഴിഞ്ഞിരിക്കുന്ന നിധി സ്വന്തമാക്കുന്നില്ലെങ്കിൽ അവന്റെ ജീവിതം വലിയ പരാജയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തന്നിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മുടെ കർത്താവിന് നന്ദി പറയുമ്പോൾ, ഈ ഒരു ദിവസം എനിക്ക് ലോകം വെച്ച് നീട്ടിയിരിക്കുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങൾ ഒരു ചെറിയ നുണ പറഞ്ഞാൽ നേടിയെടുക്കാവുന്നത്, ഒരു ചെറിയ കള്ളത്തരം കാണിച്ചാൽ സ്വന്തമാക്കാമായിരുന്നത്, ഒരു തെറ്റ് ചെയ്താൽ അനുഭവിക്കാമായിരുന്ന എത്രയെത്ര ലോകം വെച്ച് നീട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഈശോയെ പ്രതി, അവരോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് പൂർണ്ണമാകുന്നില്ല നമ്മുടെ ആത്മീയ ജീവിതം. ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ, പരിശുദ്ധ കുർബാനയിലൂടെ സ്വർഗ സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ ഹൃദയ ആനന്ദം ആത്മാവിൽ അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെട്ടു പോകും. പലപ്പോഴും ആത്മീയ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് നമ്മൾ ഈശോയുടെ സ്നേഹം പൂർണ്ണമായും സ്വന്തമാക്കുന്നില്ല എന്നുള്ളത്. ഈശോയുടെ കൂടി ആയിരിക്കുന്നതിൻ്റെ സന്തോഷം, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് അവിടുത്തോട് സംസാരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ഹൃദയ അടുപ്പം, ഒരു ഇടചേരൽ നമ്മളിൽ സംഭവിക്കണം. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സ്വർഗത്തിൽ വസിക്കുന്ന അതേ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്ന ഈ വലിയ സൗഭാഗ്യത്തെ നോക്കിക്കൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഗേഹം എത്ര മനോഹരമാണ്, നിന്റെ സാന്നിധ്യം എത്രമാത്രം ഹൃദയാനന്ദകരമാണ്. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ആ ഹൃദയ സൗഭാഗ്യം, സ്നേഹം, നമുക്ക് ആനന്ദം നമുക്ക് സ്വന്തമാക്കാം. ദൈവമേ, നിൻഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോൻ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോൻ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻഗേഹമെത്ര മോഹനം. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോൻ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. നമുക്ക് ദിവ്യകാരുണ്യ തന്നെ നോക്കാം. കന്യവനായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്നത് എത്ര മനോഹരമാണ്. തിരുസക്രാരിയോട് ചേർത്ത് കൂടു ചമച്ച് അതിൽ കാത്തിരിക്കുന്ന ഒരു കുരുവിയെ പോലെ, ഒരു മീവൽ പക്ഷിയെ പോലെ അത്താഴ സമയത്ത് കന്യവനായ കർത്താവേ, അങ്ങയുടെ വക്ഷസോട് ചേർന്നിരുന്ന് തലചായിച്ച് അങ്ങയുടെ ഹൃദയത്തിലേക്ക് തലചായിച്ചുറങ്ങിയ യോഹന്നാനെ പോലെ കന്യവനായ കർത്താവേ, എമ്മാവൂസിലേക്ക് സന്ധ്യാസമയത്ത് നടന്നു പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ അങ്ങ് നടന്നപ്പോൾ തോളോട് തോൾമുട്ടി അങ്ങയോട് ചേർന്ന് നടന്ന ആ വത്സര ശിഷ്യന്മാരെ പോലെ കർത്താവേ,
നിന്റെ കൂടെ ആയിരിക്കുന്നത് എത്ര സൗഭാഗ്യമാണ്. നിന്നെ നോക്കി പാർക്കുന്നത് എത്ര ആനന്ദകരമാണ്. നമുക്ക് വീണ്ടും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, അഖില ലോകനായകന്റെ പാദപീഠം തിരുവരങ്ങളൂറി നിൽക്കും ദിവ്യഗേഹം. അഖില ലോകനായകന്റെ പാദപീഠം തിരുവരങ്ങളൂറി നിൽക്കും ദിവ്യഗേഹം. നിത്യജീവനേകിടുന്ന പുണ്യതീർത്ഥം വാനദൂതർ പാടിടും മനോജ്ഞഗേഹം. ദൈവമേ നിൻ ഗേഹമെത്രമോ ദിവ്യകാരീശ്വരിക്ക് തന്നെ നോക്കാം. ഗൃഹത്തിൽ വാഴുവോം ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. പരിശുദ്ധ കുർബാനയിലേക്ക് തന്നെ നമുക്ക് കണ്ടു തുറന്ന് നോക്കാം. നമ്മൾ ഓർക്കണം, നമ്മൾ നോക്കുന്നത് ഒരു വസ്തുവിലേക്കല്ല, ഒരു വ്യക്തിയെയാണ്. നമ്മൾ ദിവ്യകാനീശോയെ കാണുന്നത് പോലെ ദിവ്യകാനീശോ നമ്മളെ കാണുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ തിരുമുഖത്ത് നോക്കി നിൽക്കുന്നത് സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി കരുണാർദ്ദമായി അങ്ങ് ഞങ്ങളെ നോക്കി നിൽക്കുന്നത് എത്ര സൗഭാഗ്യമാണ്. കർത്താവേ, അങ്ങയോട് ചേർന്ന് ജീവിച്ച ഓരോ വിശുദ്ധരും ഓരോ ശിഷ്യന്മാരും എത്ര സൗഭാഗ്യം അനുഭവിച്ചവരാണ്. ഈശോയെ, ആഗ്രഹത്തോടുകൂടി അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണമെന്നുള്ള തീർത്ഥമായ ദാഹത്തോടുകൂടി ഞങ്ങളിതാ പാടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാവ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ദിവ്യകാരീശ്വരിക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ ഗേഹം എത്ര മോഹനം. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. കന്യവാനായ കർത്താവേ, ഗൃഹത്തിൽ വാഴുവോ അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി മാലാഖഗണത്തോട് ചേർന്ന് വിശുദ്ധരുടെ വലിയ വ്യൂഹത്തോട് ചേർന്ന് അവിടുത്തെ ഗേഹത്തിൽ വസിക്കുന്ന സകലരോടും ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. കന്യവാനായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തുമാത്രം അർഹിക്കാത്ത നന്മകൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പാപം ചെയ്ത് അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് മറുതിരിച്ചു പോകുമ്പോഴും മാടി വിളിച്ച് ചേർത്ത് നിർത്തി ഹൃദയം നിറഞ്ഞ സന്തോഷം നൽകുന്ന, സ്നേഹം നൽകുന്ന കരുണ്യവാനായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന് വിരുദ്ധമായി ഈ ഒരു ദിവസം ഞാൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പിഴവുകളെയും ഓർത്ത് മനസ്തപിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തോട് എന്നെ ചേർത്ത് നിർത്തണമേ എന്ന് ഞാനിതാ യാചിക്കുന്നു. നമുക്ക് ഇരു കാര്യങ്ങളും യാചനാരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ഈശോയെ, കരുണയായ ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാതെ മറുതലിച്ചു നിന്ന ഓരോ നിമിഷത്തെയും ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ധന്യവാനായ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആത്മാവിന്റെ ദാഹം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പാപവും പാപമാർഗങ്ങളും പാപ സാഹചര്യങ്ങളും വിട്ടുപേക്ഷിക്കാനുള്ള ശക്തി പരിശുദ്ധാത്മാവേ എനിക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം, പാടി പ്രാർത്ഥിക്കാം. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാം മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാം മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാം മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ. പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹരാ